പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ രണ്ട് LDF സർക്കാരുകളിൽ ഏറ്റവും വിമർശനം കേട്ട വകുപ്പ് ഏതാണെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ആഭ്യന്തര വകുപ്പാണ്. പോലീസിന് മേൽ സർക്കാരിന് നിയന്ത്രണമില്ലേ എന്ന ചോദ്യം നിരന്തരം കേട്ടുകൊണ്ടിരുന്ന 9 വർഷങ്ങൾ. ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആവർത്തിക്കുന്ന പോലീസ് അതിക്രമങ്ങൾ. അവയിൽ പുറത്തു വന്ന ഏറ്റവും ഒടുവിലത്തേതാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസുകാർ മർദ്ദിച്ച സംഭവം. 2023 നടന്ന അതിക്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ മർദ്ദനമേറ്റ സുജിത്തിന് ലഭിക്കാൻ 2.5 വർഷവും സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവും വേണ്ടി വന്നു. അത് കൊടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. എതിർത്ത് സംസാരിച്ചാൽ സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുപോയി വളഞ്ഞിട്ട് തല്ലാൻ പോലീസിന് ധൈര്യം കിട്ടുന്നതും, പരാതി വന്നാൽ തെളിവ് കൊടുക്കില്ലെന്ന് ധാർഷ്ട്യത്തോടെ ചിന്തിക്കാൻ കഴിയുന്നതും അടിയന്തരാവസ്ഥയിൽ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനിരയായയാൾ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സംസ്ഥാനത്താണ്. പോലീസിനെ കുറ്റവിമുക്തമായി കൊണ്ടുപോകുന്നതിനായി കേരള പോലീസ് ആക്ട് അനുസരിച്ച് രൂപീകരിച്ച സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ എന്നൊരു സംവിധാനമുണ്ട്. കുറ്റം പറയരുതല്ലോ, കഴിഞ്ഞ 9 വർഷമായി ഈ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി യോഗം ചേർന്നിട്ടില്ലെന്ന വിവരവും പുറത്തു വരുന്നു. നാഥനില്ലാ കളരിയാണ് സംസ്ഥാനത്തെ പോലീസ് സംവിധാനം എന്ന് ചുരുക്കം. അപ്പോൾ പോലീസുകാർ ക്രിമിനലുകളായി മാറും. ഇതൊന്നും ചോദ്യം ചെയ്യാൻ ജനപ്രതിനിധികൾ തയ്യാറാകുന്നുമില്ല. പൊതുപ്രവർത്തകന്റെ മേൽ പോലീസിന് കൈവെക്കാൻ ധൈര്യമുണ്ടാകുന്നുണ്ടെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം നാണക്കേടാണ് സാർ.